മലപ്പുറത്തുണ്ടായ ഒരു വലിയ ബസ് അപകടം രാവിലെ നമ്മൾ സൂചിപ്പിച്ചു. ആ ബസ് തലകീഴായി മറിഞ്ഞ അപകടത്തിന്റെ ആ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കാണാം. PK ജിഷാദ് നമുക്കൊപ്പം ചേരുന്നു. ജിഷാദ്, എത്ര കണ്ട് വലിയൊരു അപകടമാണ്, എന്തൊരു ഭീകരമായ അപകടമാണ് എന്നതാണ് ഈ CCTV വ്യക്തമാക്കുന്നത്. ഇത് എവിടെ ഉണ്ടായിരുന്ന CCTVയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്? ജിഷാദ്. സജിത്ത്, നാഷണൽ ഹൈവേയിൽ പതിഞ്ഞ CCTV ദൃശ്യങ്ങളാണ് ഈ അപകടം കാണിക്കുന്നത്. വലിയൊരു അപകടം തന്നെയാണ് ഈ CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. അപകട സ്ഥലത്ത് നിന്ന് ലഭ്യമായ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിയന്ത്രണം വിട്ട് സർവീസ് റോഡിലൂടെ ഡിവൈഡറിൽ ഇടിച്ചു മറിയുന്ന ദൃശ്യം വ്യക്തമായി ഈ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. അപകട സമയത്ത് അമിത വേഗതയിലായിരിക്കുന്ന എന്നാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം മഴ പെയ്തതും ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു. മഴ പെയ്തത് കാരണം ഈ ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു മറിയുന്നതും അതുപോലെ തന്നെ ബസ് രണ്ടായി പിളർന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ബസിന്റെ ടയർ പൊട്ടുന്നതും നമുക്ക് ഈ CCTV ദൃശ്യമാണ്. 25 മീറ്ററിലധികം ദൂരം മുന്നോട്ട് പോയ ശേഷമാണ് ഈ സർവീസ് റോഡിലെ ഡിവൈഡറിൽ ഇടിച്ച് ഈ ബസ് മറിയുന്നത്. ഡിവൈഡറിൽ ഇടിച്ച ബസിന്റെ മധ്യഭാഗം ഈ വാഹനം മറിയുന്നതും അതുപോലെ തന്നെ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. അപകട സമയത്ത് ഏകദേശം 100 മീറ്ററോളം വരെയുള്ള ദൂരമാണ് ഈ ക്യാമറയിൽ പരിധി വരുന്നത്. നാഷണൽ ഹൈവേയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ക്യാമറകളുണ്ട്. ഇത് വിവിധ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ചലിക്കുന്ന രൂപത്തിലാണ് ഈ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ അപകടത്തിൽ കോഴിക്കോട് സ്വദേശി വൈഷ്ണവ് എന്ന ആള് മരണപ്പെട്ടിട്ടുണ്ട്. 20ഓളം കൂടുതൽ ആളുകൾ ഈ അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ആളുകളുടെ നില ഗുരുതരമായി തുടരുകയാണ്. കോഴിക്കോട്ട് നിന്നും തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം വെച്ച് ഈ അപകടം സംഭവിക്കുന്നത്. എന്തായാലും ഈ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സജിത്ത്, ജിഷാദ് സൂചിപ്പിക്കുന്ന പോലെ അപകടത്തിൻ്റെ ആ വ്യാപ്തി എത്ര വലുതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. അതായത് കൂടുതൽ ആളുകൾ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന അത്ര അധികം സാഹചര്യം ഉണ്ടാക്കുന്നതായിരുന്നു ഈ അപകടം. വണ്ടി സ്കിഡാകുന്നു, അമിത വേഗതയിലായിരുന്നു വാഹനമെന്ന് പറയുന്നു. നോക്കൂ, ഹൈവേയിലൂടെ വണ്ടി തെന്നി മാറുകയാണ്. തെന്നി മാറുന്ന വാഹനം ഡിവൈഡറിലേക്ക് വീണ്ടും ഇടിച്ചു കയറി മധ്യഭാഗത്തേക്ക് ഒരു വട്ടം കറങ്ങി മറിഞ്ഞു വീഴുകയാണ്. അങ്ങനെ വാഹനം നടുവേ ഒടിഞ്ഞു വീഴുന്ന പോലെ ആ രീതിയിലുള്ള അവസ്ഥയിലേക്കാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വീഴ്ചയിൽ തന്നെ വാഹനത്തിൽ ടയറുകളടക്കം ഊരിത്തെറിക്കുന്നുണ്ട്. അത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഓടിക്കൂടുന്ന വാഹനങ്ങൾ, അപകടം നടന്ന ഉടൻ തന്നെ അത് കണ്ട് ആ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് ആളുകൾ അവിടെ ഓടിക്കൂടുന്നതൊക്കെ നമുക്ക് കാണാം. ചില ആളുകൾ ആ അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്ന് ഉടനെ പുറത്തേക്ക് ഓടിയിറങ്ങുന്നതൊക്കെ കാണാം. പിന്നീട് നടക്കുന്നത് വലിയ രക്ഷാപ്രവർത്തനമാണ്. ആ വാഹനത്തിൽ അപ്പോൾ ആ സമയമുണ്ടായിരുന്ന യാത്രക്കാരുടെ അവസ്ഥ എത്ര കണ്ട് ഭീതിതമായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. ജിഷാദ് തുടരുന്നുണ്ട്. ജിഷാദ്, ഒരു കാര്യം കൂടി, ഈ ഒരു മരണമാണല്ലോ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മറ്റുള്ളവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഗുരുതരാവസ്ഥയിലുള്ള ചിലരുടെ സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സജിത്ത്, 20ഓളം പേര് കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലും അതുപോലെ തന്നെ 3 പേര് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. ഈ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. അപകടം സംഭവിച്ച സമയത്ത് തന്നെ ബസ്സിലുണ്ടായിരുന്ന മുൻ സീറ്റിലുണ്ടായിരുന്ന ആളുകൾ അതുപോലെ തന്നെ തെറിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മരണപ്പെട്ട ആള് ഈ സീറ്റിന്റെ ഇടയിൽ കുടുങ്ങിയാണ് മരിച്ചതെന്നാണ് നമുക്ക് നാട്ടുകാർ അവിടുന്ന് നൽകിയ സൂചന. കുറെ സമയം കഴിഞ്ഞാണ് അദ്ദേഹത്തെ പുറത്തെടുക്കാൻ കഴിഞ്ഞതെന്നും നാട്ടുകാർ പറയുന്നു. നിരവധി ആളുകളാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. മഴ പെയ്തത് കാരണമാണ് ഈ ബസ് തെന്നിയതും അമിത വേഗതയിൽ വന്ന കാരണമാണ് ഈ ബസ് അപകടത്തിൽപ്പെടുന്നതും. എന്തായാലും ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാവാൻ കഴിയുന്നുണ്ട്. പിന്നെ കൂടാതെ നാട്ടുകാർ നമ്മളത് അത്തരത്തിൽ പറയുകയുണ്ടായി. സർവീസ് റോഡ് ഇല്ലാത്തൊരു ഭാഗം കൂടിയായിരുന്നത്. അത്തരത്തിൽ വാഹനങ്ങൾ റോഡിലേക്ക് കയറുന്നതും നമുക്ക് ഈ CCTVയിൽ നിന്ന് വ്യക്തമായി കാണാം. എന്തായാലും അതായത് 2ഓളം സ്വകാര്യ ആശുപത്രിയിലാണ് ആളുകൾ ചികിത്സയിലുള്ളത്. സജിത്ത്.
ജിഷാദ്, ഈ അപകട കാരണം സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഔദ്യോഗികമായി ഉണ്ടാവേണ്ടതാണല്ലോ. സ്വാഭാവികമായും അത് സംബന്ധിച്ച പരിശോധനകൾ നടക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ടോ? കാരണം നമുക്ക് സമീപകാലത്ത് ഈ രീതിയിലുള്ളൊരു അപകടം നമുക്ക് നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ അപകടം എന്തുകൊണ്ട് സംഭവിച്ചു? റോഡിൻ്റെ അശാസ്ത്രീയതയും മറ്റും എന്തെങ്കിലും അപകട കാരണം ഉണ്ടാക്കിയിട്ടുണ്ടോ? നമുക്കറിയാം, ഈ ദേശീയപാതയുടെ അപകട സാധ്യതകൾ പല രൂപത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ. അപ്പോൾ അപകടം എങ്ങനെയുണ്ടായി? അതിൻ്റെ പരിശോധനകൾ ഏത് രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്? സജിത്ത്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, CCTVയിൽ നിന്ന് വ്യക്തമാണ്, ഒരു കാറ് സർവീസ് റോഡിൽ നിന്നും ഈ ഹൈവേയിലേക്ക് എൻ്റർ ചെയ്യുന്നതും ഈ ബസ് നിരങ്ങി, അതായത് ഡിവൈഡറിലേക്ക് ഇടിക്കുന്നതും വ്യക്തമാണ്. ഈ വാഹനത്തെ രക്ഷിക്കാനായിരിക്കാം ചിലപ്പോൾ ഈ ബസ് ഡ്രൈവർ ഈ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ടാകുക. ഈ മഴ കാരണം അതുപോലെ തന്നെ തെന്നി ഈ ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. എന്തായാലും ഗതാഗത മന്ത്രി ഡിവൈഎസ്പിയുടെ അടുത്ത് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഉടനടി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും അപകട കാരണം ഇനിയും വ്യക്തമല്ല. ഈ ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതോ അതോ ഈ മഴ കാരണമാണോ ഈ അപകടം നടന്നിട്ടുള്ളതെന്ന് ഈ വരും ദിവസങ്ങളിലെ റിപ്പോർട്ടിൽ ഗതാഗത വകുപ്പ് അടക്കം ഉള്ള ആളുകൾ അറിയിക്കേണ്ടതുണ്ട്. RTO അതുപോലെ തന്നെ പോലീസ് അധികൃതർ ഇപ്പോഴും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ അപകടത്തെ തുടർന്ന് ഈ CCTVയിൽ തന്നെ നമുക്ക് വ്യക്തമാണ് ഒരു കാറ് അവിടെ നിൽക്കുന്നത്. ആ കാറിന്റെ മുകളിലേക്ക് കൂടിയാണ് ഈ ബസ് വന്ന് പതിക്കുന്നത്. സജിത്ത്, ഓക്കെ, നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കാണാം. ആ ദൃശ്യത്തിന്റെ അപകടത്തിന്റെ തുടക്കം. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ അപകടത്തിന്റെ തുടക്കത്തിൽ ഈ CCTVയിലേക്ക് വാഹനം കടന്നു വരുന്നതിന് തൊട്ട് മുമ്പ് ബസ് മറ്റൊരു ആക്ഷൻ നടന്നിട്ടുണ്ടാവണം. അതിൻ്റെ പ്രതിഫലനമാവണം പിന്നീട് വണ്ടി സ്കിഡ് ആവുന്ന സാഹചര്യം ഉണ്ടാക്കിയതെന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ സാധാരണ രീതിയിൽ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വാഹനം അങ്ങനെ സ്കിഡ് ചെയ്യേണ്ടതോ ബ്രേക്കിംഗ് അങ്ങനെ വേണ്ടി വരുന്നതോ ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നത്. റോഡിൽ തിരക്കൊന്നും അതിലും അത്ര വലിയ തിരക്കൊന്നും ആ റോഡിലേ ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു ബ്രേക്കിംഗ് സാഹചര്യം വേണ്ടി വരുന്നില്ല. ഒരുപക്ഷെ അതിനു മുമ്പ് അസാധാരണമായൊരു സാഹചര്യം ഉണ്ടായിരിക്കാം എന്നതാണ് പറയുന്നത്. ജിഷാദ് തന്നെ അല്പസമയം മുമ്പ് അവിടെ അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രതികരണം എടുക്കുമ്പോൾ അവർ തന്നെ സൂചിപ്പിക്കുന്നു ബസ് അല്പം വേഗതയുണ്ടായിരുന്നു എന്ന കാര്യം പറയുന്നുണ്ട്. നമുക്കറിയാം, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ്. ഒരു ജില്ലയ്ക്ക് പുറത്തേക്ക് യാത്ര ചെയ്യുന്ന ബസ്. സ്വാഭാവികമായും ഹൈവേയിലൊക്കെ വേഗത എടുക്കുക സ്വാഭാവികമാണ്. ഇവിടെ എന്ത് സംഭവിച്ചു എന്നതിലാണ് വ്യക്തത വരേണ്ടത്. നമ്മൾ സാധാരണ ഇരുചക്ര വാഹനങ്ങളോ അതല്ലെങ്കിൽ ചെറിയ വാഹനങ്ങളൊക്കെയാണ് ഇങ്ങനെ സ്കിഡ് ചെയ്യുന്നത് സാധാരണ കണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ബസ് ഇങ്ങനെ തെന്നി മാറിപ്പോയി ഇത്രയും വലിയൊരു അപകടമുണ്ടാകുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നതുകൂടിയാണ് വലിയ പരിശോധനകൾക്ക് വിധേയമാവേണ്ടി വരുന്നത്. എന്തായാലും നിരവധി ആളുകൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലുണ്ട്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ച ചികിത്സ തുടരുകയാണ്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെ ഈ അപകടമുണ്ടായി? വലിയ പരിശോധനകൾ വേണ്ടിവരും.